CPIM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറിക്കെതിരെ വിമർശനമുണ്ടായെന്ന വാർത്തകൾ തള്ളുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി ശാസിച്ചെന്ന വാർത്ത കള്ളവും സത്യവിരുദ്ധവുമാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എളമരം കരീമും P രാജീവും തനിക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. പാർട്ടിക്കെതിരായ വാർത്തകളിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂരിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. PV അൻവറിന്റെ മുന്നേറ്റം താൽക്കാലികമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. അതേസമയം നിലമ്പൂരിലെ സംഘടനാ ദൗർബല്യം പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എനിക്കെതിരായ ഒരു പരാമർശവും സഖാവ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഇല്ലാത്ത കളവായ വാർത്ത സത്യവിരുദ്ധമായ ഒന്നാണ്. അത്തരത്തിലുള്ളൊരു കാര്യം ആ പ്രവർത്തക യോഗത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നില്ല എന്ന് സഖാവ് പിണറായി തന്നെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ ചില പത്രത്തിൽ പേരെന്നെ പറഞ്ഞു. എളമരം കരീമും P രാജീവും സെക്രട്ടറിക്കെതിരായിട്ട് ആഞ്ഞടിച്ചു. അങ്ങനെ ഒരു സംഭവമേയില്ല, അങ്ങനെ ഒരു വിമർശനയില്ല. പേര് മാത്രമല്ല, ഒരാളും വിമർശനം ഉന്നയിച്ചിട്ടില്ല. ഈ സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന കമ്മിറ്റി പരിശോധിച്ച് ഞങ്ങൾ തീരുമാനിച്ചത് ഈ തെറ്റായ വാർത്തക്കെതിരായ ശക്തിയായ നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ്. റഹീസ് റഷീദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിങ് റഹീസ് റഷീദ്. പാർട്ടി സെക്രട്ടറി പറഞ്ഞു, പാർട്ടി സെക്രട്ടറിയെ ശാസിച്ചു, പേരൊക്കെ വെച്ചുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. നമ്മളല്ലല്ലോ ആ വാർത്ത കൊടുത്തത്. എങ്കിൽ പോലും ഈ വാർത്തകൾ വന്നതിനെക്കുറിച്ച്, അതിനെതിരായ നിയമ നടപടിയെക്കുറിച്ച് കൃത്യമായി പറയുകയാണോ പാർട്ടി സെക്രട്ടറി ഇപ്പോൾ? ഗുഡ് ഈവനിങ് സുജയ. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിലും RSSുമായി കൂട്ടുകൂടിയിട്ടുണ്ടായിരുന്നു അടിയന്തരാവസ്ഥ കാലത്തെന്ന MV ഗോവിന്ദന്റെ പരാമർശത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. സംസ്ഥാന കമ്മിറ്റിയിൽ പേരെടുത്ത് തന്നെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. എന്ന് മാത്രമല്ല, പാർട്ടി സെക്രട്ടറിക്കെതിരായ വിമർശനങ്ങൾ പാർട്ടിക്കെതിരായ വിമർശനങ്ങളാണ് എന്നതാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. അത് MV ഗോവിന്ദനെ വിമർശിച്ചാൽ അത് MV ഗോവിന്ദനെ വ്യക്തിപരമായി വിമർശിക്കുന്നതല്ല, പകരം CPIM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിമർശിക്കുന്നതായിട്ടാണ് സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയത് എന്നതാണ് പാർട്ടി സെക്രട്ടറി മാധ്യമങ്ങളോട് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളുടെ ഭാഗമായി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെയും ജില്ലകളിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെയും ഒരു യോഗം AKG സെന്ററിൽ വിളിച്ചു ചേർത്തിരുന്നു. ആ യോഗത്തിൽ മൈക്ക് കണ്ടാൽ എന്തും പറയുന്ന അവസ്ഥ നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന് പിണറായി വിജയൻ പറഞ്ഞിരുന്നു. അത് പരോക്ഷമായ ഒരു വിമർശനം MV ഗോവിന്ദനെതിരായ തന്നെയുള്ളൊരു വിമർശനമായിരുന്നു. പക്ഷേ ആ വിമർശനം MV ഗോവിന്ദനെ ഉദ്ദേശിച്ചിട്ടുള്ള വിമർശനമല്ല. MV ഗോവിന്ദനെ ഒരു തരത്തിലും ഞാൻ വിമർശിച്ചിട്ടില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ പിണറായി വിജയൻ പറഞ്ഞുവെന്നും MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ തെറ്റായ വാർത്തകൾ നൽകിയാൽ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഇതിനകം തന്നെ ആ നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞതായും പറയുന്നു. ഒപ്പം ഈ RSS പരാമർശത്തിനെതിരെ 3 ദിവസമായി നടന്ന നേതൃയോഗത്തിൽ ഒരാൾ പോലും ഒരു കാര്യം പോലും പറഞ്ഞിട്ടില്ല എന്ന കാര്യം കൂടി MV ഗോവിന്ദൻ പറയുന്നുണ്ട്. മറ്റൊന്ന് PV അൻവറുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ, പാർട്ടിയുടെ വിലയിരുത്തലുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ആദ്യം ഒരു തരത്തിലും പരിഗണിക്കേണ്ട, ഒരു നിലയിലും വോട്ട് കിട്ടില്ല എന്നതായിരുന്നു പാർട്ടിയുടെ വിലയിരുത്തലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം പാർട്ടി വിലയിരുത്തിയത് അൻവറിന് കിട്ടിയ വോട്ട് അൻവർ ചെയ്ത വികസനത്തിന് കിട്ടിയ വോട്ടാണ് എന്നൊരു രീതിയിലേക്ക് പാർട്ടി മാറി. അതായത് കഴിഞ്ഞ 9 വർഷം നിലമ്പൂരിൽ നല്ല രീതിയിൽ വികസനം അൻവർ ചെയ്തു. ആ വികസനം അൻവറിന്റെ വികസനമാക്കി, അത് പാർട്ടിയുടെ വികസനമാക്കി മാറ്റാൻ, സർക്കാരിന്റെ വികസനമാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് MV ഗോവിന്ദൻ പറഞ്ഞതിന്റെ ചുരുക്കം. വികസനം കാരണമാണ് അൻവറിന്റെ വോട്ട് കൂടിയത് എന്ന് പറയുമ്പോൾ MLA ആയി അൻവർ അവിടെ കൃത്യമായി കാര്യങ്ങൾ ചെയ്തു എന്നതുകൂടി അതിന് അർത്ഥമുണ്ട്. താങ്ക് യു റഹീസ് റഷീദ്.